വെഞ്ഞാർമൂട് ആലിയാട് സ്വദേശി ആതിരെ കഠിനകുളത്തെ വീടിനുള്ളിൽ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോൺസൺ യൗസേപ്പിന്റെ മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. കൃത്യം നടന്ന ദിവസം പെരുമത്തുറയിലെ മുറിയിൽ നിന്ന് രാവിലെ 6:30ഓടെയായിരുന്നു ആതിര താമസിക്കുന്ന വീടിന് സമീപം പ്രതി എത്തിയിരുന്നത്. ആതിര കുട്ടിയെ സ്കൂൾ ബസ് കയറ്റിവിടുന്ന സമയം വരെ അവിടെ ഇയാൾ പതുങ്ങി നിന്നു. ഇതിനിടയിൽ ഇരുവരും ഫോണിൽ സംസാരിക്കുകയും ചെയ്തുവെന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. വീടിനുള്ളിൽ പ്രവേശിച്ച ജോൺസന് ആതിര ചായ നൽകിയിരുന്നു. ഈ സമയം കയ്യിൽ കരുതിയിരുന്ന കത്തി ജോൺസൺ മുറിയിലെ മെത്തയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കുകയായിരുന്നു. പിന്നീട് മെത്തയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന കത്തിയെടുത്ത് ആതിരയുടെ കഴുത്തിൽ ആദ്യം കുത്തി. ഇട്ടിരുന്ന രക്തം പുരണ്ട ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ഇട്ടുകൊണ്ടാണ് പ്രതി സ്കൂട്ടറിൽ പിന്നീട് രക്ഷപ്പെട്ടത്. കൃത്യത്തിനു ശേഷം ആത്മഹത്യ ചെയ്യാൻ ആലോചിച്ചിരുന്നുവെന്നും പക്ഷെ മരിക്കാതെ വന്നാൽ നാട്ടുകാരുടെ മർദ്ദനം ഏൽക്കേണ്ടി വരുമെന്ന് കരുതിയാണ് ഇത് ചെയ്യാതിരുന്നുവെന്നും ജോൺസൺ പോലീസിനോട് പറഞ്ഞു. കൊല്ലം സ്വദേശിയായ ജോൺസൺ യൗസേപ്പിനെ കോട്ടയം ചിങ്ങവനം പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ജോൺസൺ ചിങ്ങവനത്തിനടുത്ത് കുറിച്ചിയിൽ ഒരു വീട്ടിൽ ഹോം നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. ജനുവരി 7-ന് ശേഷം ജോലിക്ക് പോയിരുന്നുമില്ല. വ്യാഴാഴ്ച സാധനങ്ങൾ എടുക്കാനായി ഇവിടെ എത്തിയപ്പോൾ വീട്ടുകാർക്ക് സംശയം തോന്നുകയും പഞ്ചായത്ത് അംഗം വഴി പോലീസിനെ അറിയിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ വിഷം കഴിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയാണ് മജിസ്ട്രേറ്റ് ഇയാളുടെ മൊഴി രേഖപ്പെടുത്തിയത്. കഠിനകുളം പാടിക്കാവിളകം ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായ രാജീവിന്റെ ഭാര്യയായ ആതിരയാണ് കഴുത്തിന് കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആതിരെ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ജോൺസൺ പിന്നീട് അടുപ്പത്തിലായി. തുടർന്ന് വിവാഹിതനും 3 മക്കളുമുള്ള ഇയാൾ ഇപ്പോൾ കുടുംബവുമായി വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. കുടുംബം ഉപേക്ഷിച്ച് തന്നോടൊപ്പം വരാൻ ആതിരെ ഇയാൾ നിർബന്ധിക്കുകയായിരുന്നു. ആതിരെ എതിർത്തപ്പോൾ ഇയാൾ ഭീഷണി ഉയർത്തി. ആതിര കുടുംബം ഉപേക്ഷിച്ച് ജോൺസണൊപ്പം പോകാതിരുന്നതിനുള്ള വൈരാഗ്യമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് നിലവിൽ വിലയിരുത്തപ്പെടുന്നത്.